മലയൻകീഴ് താലൂക്ക് ആശുപത്രി കെട്ടിട ഉദ്ഘാടനത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വിവാദ പ്രസംഗം നടത്തിയിരുന്നു. ഒരു പ്രസ്ഥാനത്തിന്റെ കൊടി കഴിഞ്ഞ 10 വർഷമായി കറുപ്പാണ്, അടുത്ത 5 വർഷവും അങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് കോൺഗ്രസ് പ്രസ്ഥാനത്തെ പൊതുവേദിയിൽ വെച്ച് അപമാനിച്ചത്. വെളുപ്പിൽശാല സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവാവ് മരിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ ഭാഗമായി പ്രവർത്തകർ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിലെ അമർഷമാണ് ഇത്തരമൊരു പരാമർശം മന്ത്രിയിൽ നിന്നുണ്ടാവാൻ കാരണം. മന്ത്രിയുടെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് മലയൻകീഴ് പഞ്ചായത്ത് പ്രസിഡന്റ് നിയാദുൽ അക്ബറും മറ്റ് സഹപ്രവർത്തകരും വേദി വിട്ടിറങ്ങി പോവുകയും ചെയ്തിരുന്നു. മന്ത്രിയുടെ പരാമർശത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ശക്തമായ വിമർശനമാണ് ഉയർന്നു കേൾക്കുന്നത്. കോൺഗ്രസ് പ്രസ്ഥാനത്തെയും പ്രവർത്തകരെയും പരസ്യമായി അധിക്ഷേപിച്ച മന്ത്രിയുടെ നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. സർക്കാർ ആശുപത്രികളിലെ ദുരിതങ്ങൾ കണ്ടിട്ടും കാണാത്ത ഭാവം നടിക്കുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് വൈഷ്ണവ് സുരേഷ്. മന്ത്രിയുടെ വിടുവായുത്തത്തിന് വൈഷ്ണവ് സുരേഷ് നൽകിയ മറുപടി സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറിയിരിക്കുകയാണ്. കോൺഗ്രസിനെ അപമാനിച്ചതിനെതിരെ ശക്തമായ ഭാഷയിലാണ് വൈഷ്ണ മന്ത്രിയെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിച്ചിരിക്കുന്നത്. 10 വർഷമല്ല, കഴിഞ്ഞ 140 വർഷമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കൊടിയുടെ നിറം വീണ ജോർജ് പറഞ്ഞ കരിങ്കൊടിയുടെ കറുപ്പല്ല. ഇന്ത്യൻ ജനതയുടെ കണ്ണീരൊപ്പിയ, വിശപ്പ് മാറ്റിയ, തൊഴിൽ നൽകിയ, ആരോഗ്യം സംരക്ഷിച്ച, ജീവിത സാഹചര്യം കെട്ടിപ്പടുത്ത, ഇന്നും നാടിന്റെ പ്രതീക്ഷയായ ത്രിവർണ്ണമാണ്. വിളപ്പിൽശാലയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കോട്ടയം മെഡിക്കൽ കോളേജിലും തുടങ്ങി പുറത്തു വന്നതും വരാത്തതുമായ ആരോഗ്യ മേഖലയിലെ വീഴ്ചകളുടെ കണക്ക് വളരെ വലുതാണ്. സർക്കാർ ആശുപത്രികളിലെ ദുരവസ്ഥ ഇനിയും പരിഹരിക്കാൻ സാധിക്കാത്ത ആരോഗ്യമന്ത്രി പ്രതിഷേധങ്ങളോട് അസഹിഷ്ണുത കാണിക്കുന്നത് സ്വാഭാവികമായിരിക്കാം. എന്നാൽ ഒരു പൊതുവേദിയിൽ വന്ന് പാർട്ടി പ്രസംഗം പോലെ അടുത്ത 5 വർഷവും ആ പാർട്ടിയുടെ കൊടിയുടെ നിറം കരിങ്കൊടിയുടേത് തന്നെയാവുമെന്ന് വിളിച്ചു കൂവുന്ന മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർക്ക് അടുത്ത 5 വർഷം പ്രതിഷേധങ്ങളെ ഭയക്കാതെ വീട്ടിലിരിക്കാനുള്ള സൗകര്യം കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഒരുക്കി തരുന്നതായിരിക്കുമെന്ന് പറഞ്ഞാണ് വൈഷ്ണവ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. കിഫ്ബിയിലൂടെ പൂർത്തീകരിച്ച മലയൻകീഴ് താലൂക്ക് ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് മന്ത്രി വീണ ജോർജിന്റെ വിവാദ പരാമർശം. സർക്കാർ പദ്ധതിയുടെ ഉദ്ഘാടന വേദി രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനുള്ള ഇടമാക്കി മന്ത്രി മാറ്റിയെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ജനപ്രതിനിധികൾ വേദി വിട്ടിറങ്ങിപ്പോയിട്ടും തന്റെ പ്രസംഗം തുടർന്ന മന്ത്രിയുടെ രീതിക്കെതിരെ കോൺഗ്രസ് നേതൃത്വം വലിയ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ത്രിവർണ്ണ പതാകയെ കരിങ്കൊടിയോട് ഉപമിച്ച മന്ത്രി മാപ്പ് പറയണമെന്നാണ് പ്രവർത്തകരുടെ ആവശ്യം. സോഷ്യൽ മീഡിയയിൽ വൈഷ്ണവ് സുരേഷിന്റെ പോസ്റ്റ് മിനിറ്റുകൾക്കകം വൈറലായി മാറി. ഒരു ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ദയനീയമായി പരാജയപ്പെട്ട ഒരാൾക്ക് ഇത്രയും വലിയ അഹങ്കാരം പാടില്ലെന്നാണ് ഭൂരിഭാഗം ആളുകളും കമന്റ് ചെയ്യുന്നത്. ആശുപത്രികളിലെ മരുന്നില്ലായ്മയും ചികിത്സാ പിഴവുകളും പരിഹരിക്കാൻ കഴിയാത്ത മന്ത്രി കരിങ്കൊടി കാണിക്കുന്നവരെ പുച്ഛിക്കുന്നത് സ്വന്തം കഴിവുകേട് മറയ്ക്കാനാണെന്ന് വൈഷ്ണവ് വ്യക്തമാക്കുന്നു. പ്രതിഷേധിക്കുന്നവരെ അധിക്ഷേപിച്ചും പരിഹസിച്ചും മുന്നോട്ട് പോകാമെന്നാണ് മന്ത്രി കരുതുന്നതെങ്കിൽ ജനകീയ കോടതിയിൽ ഇതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് വൈഷ്ണവ് സുരേഷിന്റെ പോസ്റ്റ് അടിവരയിടുന്നു.